കൗമാരക്കാർക്ക് സ്വതന്ത്ര ലൈംഗികതയ്ക്കും കുത്തഴിഞ്ഞ വ്യഭിചാര ആഘോഷങ്ങൾക്കും സർക്കാർ പിന്തുണ. സ്കൂളുകളിലും കോളേജുകളിലും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ലിംഗസമത്വ പദ്ധതിയുടെ രൂപരേഖയും അതിനുവേണ്ടി സർക്കാർ തയ്യാറാക്കിയ അധ്യാപകർക്കുള്ള മാർഗനിർദ്ദേശങ്ങളും വായിച്ചാൽ ധാർമ്മിക ബോധം കാത്തുസൂക്ഷിക്കുന്ന ആരും ഒന്ന് ഞെട്ടിപ്പോവും. 71 പേജുകളുള്ള മാർഗരേഖയിൽ 11 സെക്ഷനുകളാണ് ഉള്ളത്. അതിലെ പ്രസക്ത ഭാഗങ്ങൾ താഴെ ചേർക്കുന്നു. ഇതിൽ ഏറ്റവും അപകടകരമായത് 42 പേജ് മുതൽ തുടങ്ങുന്ന എന്റെ ശരീരം എന്ന സെക്ഷനാണ്. സ്വന്തം ലൈംഗിക അവയവത്തെക്കുറിച്ചും യൗവനത്തിൽ തന്റെ ശരീരത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചും ചിന്തകളെക്കുറിച്ചും ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ തുറന്ന ചർച്ചകൾ നടത്തുകയും ചോദിച്ചറിയുകയും വേണം. അതിൽ ഉദാഹരണം എന്ന നിലയിൽ എടുത്തുകൊടുത്ത ഒരു സംഭാഷണമുണ്ട്. ഗോകുൽ എന്ന പേരിലുള്ള ഒരു വിദ്യാർത്ഥിയും ആരതി എന്ന പേരിലുള്ള ഒരു വിദ്യാർത്ഥിനിയും തമ്മിൽ നടത്തുന്നതാണ് ആ സംഭാഷണം. അതിലെ എല്ലാ കാര്യങ്ങളും ഇവിടെ ചേർക്കാൻ എന്റെ സഭ്യത എന്നെ അനുവദിക്കുന്നില്ല. അത്രയ്ക്ക് മോശമായ ചർച്ചയാണത്. പരസ്പര സമ്മതത്തോടെ ജീവിത പങ്കാളികൾ തമ്മിലും ആൺപെൺ സുഹൃത്തുക്കൾ തമ്മിലും പുരുഷനും സ്ത്രീയും തമ്മിലും നടത്തുന്ന ലൈംഗികതയും സ്വയംഭോഗവും അത് 8 ഇനം ആരോഗ്യ മാനസിക നേട്ടങ്ങൾക്ക് കാരണമാവുന്നു എന്നും അതിൽ വിശദീകരിക്കുന്നു. ലജ്ജയോ സാമൂഹ്യ മര്യാദകളോ സംസ്കാരമോ മതവിശ്വാസങ്ങളോ ഇത്തരം ചെയ്തികൾക്ക് തടസ്സമാവരുത്. ഇത്തരം ചർച്ചകൾക്കും ക്ലാസുകൾക്കും അധ്യാപകർ അവസരമൊരുക്കണം. സർവോപരി ഇവയൊന്നും കുറ്റമോ പാപമോ തെറ്റോ അല്ല എന്ന് കുട്ടികളെ പഠിപ്പിക്കുകയും വേണമത്രേ. ഒരു സ്ഥലത്തും ആൺപെൺ വേർതിരിവോ വ്യത്യാസമോ ഇല്ലാതെയായിരിക്കണം ഇരിപ്പിടങ്ങൾ, യൂണിഫോമുകൾ, കായിക കലാമത്സരങ്ങൾ, പഠനയാത്രകൾ, മേളകൾ, എല്ലാ മേഖലകളും എന്ന് അതിൽ നിർദ്ദേശിക്കുന്നു. അതിനനുസരിച്ച് ടെക്സ്റ്റ് ബുക്കുകൾ തയ്യാറാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഗർഭനിരോധന മാർഗങ്ങളെക്കുറിച്ചും കുട്ടികളെ അധ്യാപകർ ബോധവൽക്കരിക്കണം. വിവാഹശേഷം താലികെട്ടൽ, സിന്ദൂരപ്പൊട്ട് തുടങ്ങിയവ പുരുഷ മേധാവിത്വത്തിന്റെ ഭാഗമാണെന്നതിനാൽ അതിനെ ചോദ്യം ചെയ്യാൻ പെൺകുട്ടികളെ പ്രാപ്തരാക്കണം. ലഹരി ഉപയോഗിക്കുന്നത് ആൺകുത്തകയാണെന്ന ധാരണ തിരുത്തുകയല്ലാതെ അതിന്റെ ഉപയോഗം തെറ്റാണെന്ന് സൂചിപ്പിക്കുക പോലും ചെയ്യുന്നില്ല. മുസ്ലിം പള്ളികൾ, ചർച്ചുകൾ, ക്ഷേത്രങ്ങൾ എന്നിവയിലെ ആരാധനകൾക്ക് നേതൃത്വം നൽകുന്നതിലും അതിന്റെ കമ്മിറ്റികളിലും സ്ത്രീകൾക്ക് അവകാശമുണ്ടാകണം എന്നും മാർഗരേഖ നിർദ്ദേശിക്കുന്നു. അവസാനം 71 പേജിൽ മനുഷ്യന് മൃഗങ്ങളെ പോലെയാകാനുള്ള പരിശീലനവും നൽകുന്നു. നമ്മുടെ മക്കളെ നശിപ്പിക്കുന്ന ഈ തെമ്മാടിത്തത്തിനെതിരെ ജാതിമത വ്യത്യാസമില്ലാതെ അതിശക്തമായ പ്രക്ഷോഭങ്ങളും ദൈക്ഷണികമായ ചർച്ചകളും ഐക്യത്തോടെ നടത്തുവാൻ സമൂഹം തയ്യാറാവുന്നില്ലെങ്കിൽ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും മക്കളെ വിടാൻ പറ്റാത്ത സാഹചര്യം അതിവിദൂരമല്ലാത്ത ഭാവിയിൽ കേരളത്തിൽ ഉണ്ടാവുമെന്നതിൽ സംശയമേയില്ല. ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല, മറിച്ച് ഉത്ബുദ്ധ കേരളമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും ശിവൻകുട്ടിയുമൊക്കെ ഓർക്കുന്നത് നന്നു.